ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നമുക്ക് പാഠത്തിൻ്റെ ഓരോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് നമുക്ക് മീനിങ്സ് നോക്കാം. അതേപോലെ അറിയാത്ത വേർഡ്സിൻ്റെ മീനിങ് സ്ക്രീനിൽ നിങ്ങൾക്ക് എഴുതി കാണിക്കുന്നതാണ്. കൂടാതെ എല്ലാ ചോദ്യോത്തരങ്ങളും ഫുൾ ആക്ടിവിറ്റീസും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ 6ാം ക്ലാസ് പഠിക്കുന്ന കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാർട്ടിൽ വരുന്നത് യൂണിറ്റ് 1 ഓഫ് മെനി ഹ്യൂസ് എന്നുള്ള യൂണിറ്റാണുള്ളത്. യൂണിറ്റിൻ്റെ പേരെന്താണ്? ഓഫ് മെനി ഹ്യൂസ്. അതിൽ 3 ചാപ്റ്റേഴ്സാണ് നമുക്ക് വരുന്നത്. നെയിംസ് ആൻഡ് നെയിംസ്, ദ കളേഴ്സ് ഓഫ് എർത്ത്, ക്രോബോയ്. ഇങ്ങനെ 3 ചാപ്റ്റേഴ്സാണ് വരുന്നത്. അതിൽ നമ്മൾ ആദ്യത്തെ നെയിംസ് ആൻഡ് നെയിംസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കണ്ടല്ലോ ഒരുപാട് കുട്ടികൾ കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ കുട്ടികളെ ശ്രദ്ധിച്ചാൽ അറിയാം അവർ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളാണെന്ന് മനസ്സിലാക്കാം അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. വെൻ യു മൂവ് ടു അനദർ കൺട്രി ദ ഫ്ലോ ഓഫ് ലൈഫ് ചേഞ്ചസ്. അപ്പോൾ ഇത് റസ്കിൻ ബോണ്ടിൻ്റെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഇതിൽ ഒരു കുഞ്ഞിച്ചിരുത എന്ന് പറയുന്ന ഒരു കേരളത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി ഷിഫ്റ്റ് ചെയ്യുകയാണ്. ന്യൂജേഴ്സി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ അവൾക്കുണ്ടായിട്ടുള്ള ഒരു നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യാനുണ്ടാവും. ഒരു ഭാഷ അറിയില്ല, അതേപോലെ തന്നെ ഫ്രണ്ട്സുകളൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കണം, പുതിയ സ്കൂൾസ്, അങ്ങനെ ഒരുപാട് പുതിയ ക്ലൈമറ്റ് ഒക്കെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും പോകുന്ന ചുറ്റുപാട് അല്ലേ? അതിനെ പറ്റിയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. വെൻ യു മൂവ് ടു അനദർ കൺട്രി ദ ഫ്ലോ ഓഫ് ലൈഫ് ചേഞ്ചസ്. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഫ്ലോ ഉണ്ടല്ലോ, നമ്മളങ്ങനെ ഓരോ ഒഴുക്കിൽ അങ്ങനെ പോകുകയാണല്ലോ, ആ ഫ്ലോ ഓഫ് ലൈഫ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. വാട്ട് കുഡ് ബി ദ ഡിഫറൻസ് യു മൈറ്റ് ഫീൽ വെൻ യു മൂവ് ടു എ ന്യൂ പ്ലേസ്. നിങ്ങളൊരു പുതിയ സ്ഥലത്തേക്ക് മാറുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നത്? ഹിയർ ഈസ് എ സ്റ്റോറി ഓഫ് എ ഗേൾ ഹൂ മൂവ്ഡ് ടു എ ന്യൂ കൺട്രി. അപ്പോൾ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് പുതിയൊരു രാജ്യത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ഒരു കുട്ടിയുടെ സ്റ്റോറിയാണ്. ദ പ്ലേസ് വാസ് വെരി ഡിഫറെൻറ്റ് ഫ്രം വെർ ഷീ യൂസ്ഡ് ടു ലിവ് ബിഫോർ. പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, തികച്ചും വ്യത്യസ്തമായ ഒരു സ്ഥലത്തേക്കാണ് അവൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞിച്ചിരുതാണ് ഇതിലെ കഥാപാത്രത്തിൻ്റെ ആ ഒരു പെൺകുട്ടിയുടെ പേര് കുഞ്ഞിച്ചിരുതയാണ്. അപ്പോൾ പേര് കേട്ടാൽ തന്നെ അറിയാം നമ്മുടെ കേരളത്തിൽ ജനിച്ചു വളർന്നൊരു കുട്ടിയാണ്. അപ്പോൾ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, എന്താണ്? വെൻ യു മൂവ് ടു അനദർ കൺട്രി ദ ഫ്ലോ ഓഫ് ലൈഫ് ചേഞ്ചസ്, വാട്ട് കുഡ് ബി ദ ഡിഫറൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? മൂവിങ് ടു എ ന്യൂ പ്ലേസ് ക്യാൻ ബി എക്സൈറ്റിംഗ്. അപ്പോൾ ശരിക്കും നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം ഒരു എക്സൈറ്റിംഗ് ഉണ്ടാവും, എന്തായിരിക്കും അവിടെ എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. ആൻഡ് ചലഞ്ചിങ്, അതോടൊപ്പം തന്നെ നമുക്ക് പുതിയ ചുറ്റുപാടുമായിട്ട് നമ്മൾ ഇണങ്ങി ചേരുക, ആ ചുറ്റുപാടൊക്കെ നമുക്ക് അനുകൂലമായി വരുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും. യു വിൽ എക്സ്പീരിയൻസ് ന്യൂ കൾച്ചേഴ്സ്. ഇപ്പം നമ്മൾ ജീവിച്ച ചുറ്റുപാടിൽ നിന്നാൽ നമ്മളിപ്പോൾ ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് വെച്ചാൽ അത്ര നമുക്ക് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യില്ല. പക്ഷെ നമ്മൾ ഇവിടെ നിന്നും വേറൊരു രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ, അതും ന്യൂജേഴ്സി, അമേരിക്ക, അങ്ങനത്തെ യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൾച്ചേഴ്സിൽ ഒരുപാട്, നമ്മുടെ സംസ്കാരങ്ങളിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. മീറ്റ് ന്യൂ പീപ്പിൾ ആൻഡ് ഡിസ്കവർ ന്യൂ തിങ്സ്. ഇറ്റ് ക്യാൻ ഓൾസോ ബി ഓവർവെൽമിങ്, എസ്പെഷ്യലി ഇഫ് യു ആർ ഫാർ ഫ്രം ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? നെയിംസ് ആൻഡ് നെയിംസ്. എന്താണ് നെയിംസ് ആൻഡ് നെയിംസ്? ഓക്കെ. കുഞ്ഞിച്ചിരുത സ്റ്റുഡ് അറ്റ് ദ ഗേറ്റ്. കുഞ്ഞിച്ചിരുത എവിടെയാണ് നിൽക്കുന്നത്? ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഗേസിങ് അറ്റ് ദ സ്ട്രീറ്റ്. ഇപ്പോൾ സ്ട്രീറ്റിലേക്ക് ഇങ്ങനെ ഉച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷീ ലവ്ഡ് ടു ലുക്ക് അറ്റ് പാസിങ് വെഹിക്കിൾസ് ആൻഡ് പെഡസ്ട്രിയൻസ്. അപ്പോൾ അവൾക്ക് എന്താണ് ഇഷ്ടം? അവൾക്ക് ഇങ്ങനെ വെഹിക്കിൾസ്, വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നതും, അതേപോലെ തന്നെ പെഡസ്ട്രിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽനട യാത്രക്കാർ, അവരിങ്ങനെ പോകുന്നൊക്കെ അവളിങ്ങനെ നോക്കി നിൽക്കാൻ അവൾക്ക് ഇഷ്ടമാണ്. ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് ദ വിൻ്റർ. അപ്പോൾ വിൻ്റർ അവസാനിക്കാനായും. ദ എയർ വാസ് വാർമിംഗ് അപ്പ്. അങ്ങനെ മെല്ലെ ചൂട് പിടിക്കുകയാണ്. ബട്ട് ദർ വാസ് സ്റ്റിൽ ദ ഒക്കേഷണൽ കോൾഡ് വിൻ്റർ. പക്ഷേ ഒക്കേഷണലായിട്ട് വല്ലപ്പോഴും വീശുന്ന തണുത്ത കാറ്റുണ്ട്. ഇറ്റ് ഹാഡ് ബീൻ എ കോൾഡ് വിൻ്റർ ഇൻ ന്യൂ ജേഴ്സി.
ഇറ്റ് വാസ് ഓൺലി 5 ബട്ട് നൈറ്റ് ഹാഡ് ഫോളൻ. 5 മണി ആയിട്ടേ ഉള്ളൂ, പക്ഷേ ഇരുട്ട് രാത്രി ആയ ഒരു ഫീലിംഗ് ആണ് ഉള്ളത്. ഇത്രയാണ് ഈ ഒരു പാരഗ്രാഫിലുള്ളത്. അതിനോടനുബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? വാട്ട് ഡിഡ് കുഞ്ഞി ചിരുത ലവ് ഡൂയിങ് അറ്റ് ദ ഗേറ്റ്? എന്താണ് ഗേറ്റിൽ കുഞ്ഞി ചിരുതയ്ക്ക് ചെയ്യാൻ ഇഷ്ടം? അതിവിടെ തന്നെ ഉണ്ട്. എന്താണ്? ഷീ ലവ്ഡ് ടു ലുക്ക് അറ്റ് പാസിംഗ് വെഹിക്കിൾസ് ആൻഡ് പെഡസ്ട്രിയൻസ്. അപ്പോൾ നമുക്കത് എഴുതാം. വാട്ട് ഡിഡ് കുഞ്ഞി ചിരുത ലവ് ഡൂയിങ് അറ്റ് ദ ഗേറ്റ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? കുഞ്ഞി ചിരുത ലവ്ഡ് ലുക്കിംഗ് അറ്റ് പാസിംഗ് വെഹിക്കിൾസ് ആൻഡ് പെഡസ്ട്രിയൻസ് വൈൽ സ്റ്റാൻഡിങ് അറ്റ് ദ ഗേറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാത്ത വേർഡ്സ് ഒന്നുമില്ല. പെഡസ്ട്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പെഡസ്ട്രിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കാൽനട യാത്രക്കാർ. ഓക്കെ, അപ്പോൾ ആ ഒരു പാരഗ്രാഫ് കഴിഞ്ഞ് നമുക്ക് സെക്കൻഡ് പാര നോക്കാം. അപ്പോൾ ഇങ്ങനെ ഗേറ്റിൽ പുറത്തേക്ക് നോക്കിക്കാണല്ലേ. അടുത്ത് നോക്കാം. ദ വാരിയിങ് ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ് അക്രോസ് സീസൺസ് ഹാഡ് പസിൽഡ് കുഞ്ഞി ചിരുത. അപ്പോൾ ഈ ലെങ്ത്ത്, ഡേൻ്റെ ആ ദിവസത്തിൻ്റെ ആ ഒരു നീളവും അതേപോലെ നൈറ്റും ഒക്കെ എല്ലാം കൂടി കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ് കുഞ്ഞി ചിരുത. വെൻ ഷി അറൈവ്ഡ് ഇൻ ജൂലൈ ദ സൺ സെറ്റ് ഓൺലി അറ്റ് 8:30. അവൾ വന്നത് ജൂലൈയിലാണ്. അപ്പോൾ ആ ജൂലൈ മാസത്തിൽ ദ സൺ സെറ്റ് ഓൺലി അറ്റ് 8:30. അപ്പം സൂര്യൻ അസ്തമിക്കുന്ന എപ്പോഴാണ്? 8:30 മണിക്കാണ്. ദ ഡേ വാസ് മോർ ദാൻ 15 hours ലോങ്. അപ്പോൾ എന്താണ്? ആ പകൽ സമയം നീളമുള്ളതാണ്. 15 മണിക്കൂറൊക്കെ നീളമുണ്ട്. ദ സൺ സെറ്റ് എ ലിറ്റിൽ ബിഫോർ 5 ആൻഡ് ദ ഡേ ലാസ്റ്റ് ഓൺലി ലിറ്റിൽ ലെസ് ദാൻ 10 hours. അപ്പം ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഇപ്പം 5 മണിക്ക് മുന്നേ നേരെ ഇരുട്ടാവുകയാണ്, സൂര്യൻ അസ്തമിക്കുകയാണ്. അതേപോലെ തന്നെ ലിറ്റിൽ ലെസ് ദാൻ 10 hours. ദ ഡേ ലാസ്റ്റഡ് ഓൺലി ലിറ്റിൽ ലെസ് ദാൻ 10 hours. അപ്പോൾ ജൂലൈ മാസത്തെ 15 മണിക്കൂർ പകലുണ്ടെങ്കിൽ ഇപ്പോൾ എത്രയാണ്? ഇപ്പോൾ 10 മണിക്കൂറാണ് ആകെ ഉള്ളത്. അപ്പോൾ വാട്ട് വാസ് ദ ക്ലൈമറ്റ് ലൈക്ക്? ക്ലൈമറ്റ് എങ്ങനെയാണ്? ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് വിൻ്റർ എന്ന് നമ്മൾ പറഞ്ഞു. വൈ ഡിഡ് കുഞ്ഞി ചിരുത പസിൽ അബൌട്ട് ദ വാരിയിങ് ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ്? അപ്പം ഡേ ആൻഡ് നൈറ്റിനെ കുറിച്ച് അവർക്ക് എന്താണ് കൺഫ്യൂഷൻ എന്നാണ് ചോദിക്കുന്നത്. വൈകിരിക്കുന്ന കുഞ്ഞി ചിരുത പസിൽഡ് അബൌട്ട് ദ വാരിയിങ് ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ് ബിക്കോസ് ഷീ വാസ് എക്സ്പീരിയൻസ് significant changes in daylight occurs due to the changing season in ന്യൂ ജേഴ്സി. ഇപ്പം ന്യൂ ജേഴ്സിയിൽ സീസൺ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല മാറ്റങ്ങൾ ഡേ ടൈമിൽ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് അവൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നത്. വാട്ട് വാസ് ദ ക്ലൈമറ്റ് ലൈക്ക്? ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് വിൻ്റർ. അത് നമ്മൾ രണ്ടും ഡിസ്കസ് ചെയ്തു. കുഞ്ഞി ചിരുത ഇൻ എ വേ ദാറ്റ് ഡിഡിൻറ്റ് ക്വാൻറ്റ് മാച്ച് ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. അപ്പോൾ കറക്റ്റ് പ്രൊനൗൺസിയേഷനായിട്ട് മാച്ച് ചെയ്യാത്തതിനെ കൊണ്ടാണ് കുഞ്ഞി ചിരുത സ്റ്റാർട്ടഡ് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ദിസ് വാസ് ഹെർ 6th month അറ്റ് സ്കൂൾ. അപ്പോൾ സ്കൂളിൽ എത്തിയിട്ട് എത്ര മാസമായി? 6 മാസമായി. ബാക്ക് ഇൻ കേരള ഷീ ഹാഡ് ഓൺലി ലേൺഡ് സം ഇംഗ്ലീഷ് റൈംസ് അറ്റ് പ്ലേ സ്കൂൾ. അപ്പോൾ കേരളത്തിലായിരിക്കുമ്പോൾ പ്ലേ സ്കൂളിൽ നിന്ന് കുറച്ച് റൈംസുകൾ മാത്രമേ പഠിച്ചിരുന്നുള്ളൂ. ബട്ട് ഷീ ഹാഡ് പിക്കപ്പ് ഇംഗ്ലീഷ് വിത്ത് ആൻ അമേസിങ് സ്പീഡ്. അത്ഭുതകരമായിട്ടുള്ള വേഗതയോടുകൂടി അവൾ ഇംഗ്ലീഷൊക്കെ പിക്കപ്പ് ചെയ്ത് എടുത്തു, ഇംഗ്ലീഷൊക്കെ പഠിച്ചെടുത്തു. ഹെർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് വെർ വെരി കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. അപ്പോൾ അവളുടെ ക്ലാസ്മേറ്റും അതേപോലെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര കൈൻഡ് എന്ന് പറഞ്ഞാൽ ദയുള്ളവരും അതേപോലെ തന്നെ സഹായിക്കുന്നവരും ആയിരുന്നു, ഹെൽപ്ഫുൾ ആയിരുന്നു. ഷീ ഡിഡ് നോട്ട് ഫീൽ എ സ്ട്രേഞ്ചർ അറ്റ് ഓൾ അറ്റ് ദ സ്കൂൾ. അവൾക്കൊരു എന്താ പറയുക, സ്ട്രേഞ്ചറാണ്, ഒരു അപരിചിതരാണ് എന്നൊന്നും തോന്നിയിട്ടില്ല. ഒരു പുതിയ വന്ന ഒരാളാണ് എന്നൊന്നും അവൾക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. മിസ് ഹോപ്കിൻസ് ഹു ടോട്ട് മാത്തമാറ്റിക്സ് വെൻറ്റ് ഔട്ട് ഓഫ് ദ വേ ടു മേക്ക് ഹെർ കംഫർട്ടബിൾ. അപ്പോൾ അവിടെ മിസ്സാണ്, മാത്സിൻ്റെ മിസ് അവളെ എപ്പോഴും കംഫർട്ടാക്കാൻ ശ്രമിച്ചിരുന്നു. ദ ഓൺലി തിങ് ദാറ്റ് അപ്സെറ്റ് ഹെർ വാസ് ദ വേ ഹെർ ക്ലാസ്മേറ്റ്സ് പ്രൊനൗൺസ്ഡ് ഹെർ നെയിം. അപ്പോൾ അവൾക്ക് വേറെ എല്ലാ രീതിയിലും അവൾക്ക് വളരെയധികം ഇഷ്ടമാണ്, എല്ലാവരും അവളെ കെയർ ചെയ്യുന്നുണ്ട്, ഹെൽപ്ഫുള്ളാണ്. പക്ഷെ അവൾക്ക് ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഒരു അപ്സെറ്റ് ഉണ്ടായിരുന്നത്, ഒരു വിഷമം ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ്? അവളുടെ ക്ലാസ്മേറ്റൊക്കെ അവളുടെ പേര് പ്രൊനൗൺസ് ചെയ്യുന്നത് ശരിയായ രീതിയിലല്ല. ഈവൻ മിസ് ഹോബിൻസ് ഫൗണ്ട് ഹെർ നെയിം ഡിഫിക്കൽട്ട് ടു പ്രൊനൗൺസ്. അവളുടെ മിസ്സിന് വരെ അവളുടെ പേര് മര്യാദയ്ക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റിയില്ല. ഷീ ഡിഡ് ട്രൈ ദോ ഷീ മാനേജ്ഡ് ടു ഗെറ്റ് ദ ലാസ്റ്റ് പാർട്ട് റൈറ്റ്. അപ്പോൾ അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് ശരിയാവുന്നില്ല. ബട്ട് ഷീ സ്റ്റിൽ ഫൗണ്ട് ദ ഫസ്റ്റ് പാർട്ട് എ ടങ് ട്വിസ്റ്റർ. അപ്പോൾ അവർക്കിതൊരു ടങ് ട്വിസ്റ്റർ പോലെയാണ് നമ്മൾ തോന്നിയത്. ടങ് ട്വിസ്റ്റർ അറിയാമല്ലോ, നമ്മുടെ ഓരോന്നും ഇങ്ങനെ നാവ് ഭയങ്കര 10 പ്രാവശ്യം പറയാമെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതേപോലെ അവർക്കിതൊരു ടങ് ട്വിസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. വൈ ഡിഡിൻ കുഞ്ഞി ചിരുത ഫീൽ എ സ്ട്രേഞ്ചർ അറ്റ് ഓൾ അറ്റ് ദ സ്കൂൾ. അപ്പോൾ സ്കൂളിൽ ഒരു സ്ട്രേഞ്ചറെ പോലെ തോന്നിയിട്ടില്ല. അതെന്തുകൊണ്ടാണ്?
കുഞ്ഞിച്ചിരിത ഡിഡൻറ്റ് ഫീൽ ലൈക്ക് എ സ്ട്രേഞ്ചർ അറ്റ് സ്കൂൾ ബിക്കോസ് ഹെർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് വെർ വെരി കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. എന്തുകൊണ്ടാണ്? അവളുടെ ടീച്ചേഴ്സും അതേപോലെ തന്നെ അവളുടെ ക്ലാസ്മേറ്റും വളരെ കൈൻഡായിരുന്നു, അതേപോലെ ഹെൽപ്ഫുള്ളും ആയിരുന്നു. സ്പെസിഫിക്കലി ഹെർ മാത്ത് ടീച്ചർ മിസ് ഹോക്കിൻസ് വെൻറ്റ് ഔട്ട് ഓഫ് ഹെർ വേ ടു മേക്ക് കുഞ്ഞിച്ചിരിത ഫീൽ കംഫർട്ടബിൾ. അപ്പോൾ അവളെ എങ്ങനെ കംഫർട്ടബിൾ ആക്കാം എന്നാണ് അവളുടെ മാത്സ് ടീച്ചർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ദിസ് സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ് ഹെൽപ്പ് ഹെർ അഡ്ജസ്റ്റ് ആൻഡ് ഫീൽ വെൽക്കം. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഹായ് കേറ്റ്, കുഞ്ഞിച്ചിരുത വേവ്ഡ് ബാക്ക്. അപ്പോൾ അവൾ കുഞ്ഞി ചീരൂത എന്ന് വിളിച്ചപ്പോൾ അവൾ തിരിച്ചും അങ്ങോട്ട് അഭിസംബോധന ചെയ്തു. എന്താണ്? ഹായ് കേറ്റ്. കേറ്റ് വാസ് ഗോയിങ് ടു ഷോപ്പിംഗ് വിത്ത് ഹെർ ആൻഡ്. അപ്പോൾ കേറ്റ് എവിടെ പോവുകയാണ്? ഷോപ്പിങ്ങിന് പോവുകയാണ്. ദർ വർ 24 സ്റ്റുഡൻസ് ഇൻ ഗ്രേഡ് 1. അപ്പോൾ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 24 സ്റ്റുഡൻസ് ഉണ്ട്. കുഞ്ഞിച്ചിരുത വാസ് നോട്ട് ഓൺലി നോൺ അമേരിക്കൻ സ്റ്റുഡൻറ്റ് ഇൻ ഹെർ ക്ലാസ്. അപ്പോൾ നോട്ട് ദ ഓൺലി നോൺ അമേരിക്കൻ സ്റ്റുഡൻറ്റ് ഇൻ ഹെർ ക്ലാസ്. ഇൻ ഫാക്ട് നിയർലി ഹാഫ് students belonged to immigrant families. There were students from Canada, Mexico, Italy, the UAE, Egypt and China. കുഞ്ഞിച്ചിരുത വാസ് ദ ഒൺലി ഇന്ത്യൻ. അപ്പോൾ കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്സിൽ എത്ര ആൾക്കാരുണ്ട്? 24 സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷേ കുഞ്ഞിച്ചിരുത മാത്രമല്ല, ഒരു അമേരിക്കക്കാരി അല്ലാത്ത സ്റ്റുഡൻറ്റ് ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഒൺലി ഇന്ത്യൻ ആരായിരുന്നു? കുഞ്ഞിച്ചിരുത മാത്രമായിരുന്നു. പിന്നെ ആരൊക്കെ ഉണ്ട്? ഇവിടെ നിന്നുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉണ്ട്. കാനഡ ഉണ്ട്, മെക്സിക്കോ ഉണ്ട്, ഇറ്റലി ഉണ്ട്, UAE, ഈജിപ്റ്റ്, ചൈന. അപ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള സ്റ്റുഡൻസ് അവിടെ ഉണ്ട്. പക്ഷേ കുഞ്ഞിച്ചിരുത വാസ് ദ ഒൺലി ഇന്ത്യൻ. ഇന്ത്യയിൽ നിന്നുള്ള കുഞ്ഞിച്ചിരുത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞിച്ചിരുത ഹാഡ് across many Indians on the street. പക്ഷേ തെരുവ് കൂടെ സ്ട്രീറ്റിൽ കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ ഒരുപാട് ഇന്ത്യൻസിനെ കാണുമായിരുന്നു. ഷീ ഹാഡ് എ പ്ലസൻറ്റ് സർപ്രൈസ് വെൻ ഷീ മെറ്റ് പ്രകാശ്. അപ്പോൾ അവളെ അങ്ങനെ കണ്ടുമുട്ടിയ ഒരാളായിരുന്നു പ്രകാശ്. പ്രകാശ് റാൻ എ കൺഫെക്ഷണറി നിയർ സ്കൂൾ. അപ്പോൾ അവിടെ ഒരു കൺഫെക്ഷണറി നടത്തുന്ന ആളാണ്, ഒരു ബേക്ക് ചെയ്യുന്ന ബേക്കറി പോലുള്ള ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ് ആര്? പ്രകാശ്. കുഞ്ഞിച്ചിരുത തോട്ട് ഹീ ലുക്ക്ഡ് റിമാർക്കബിളി ലൈക്ക് ഹർ അങ്കിൾ ഹാരിഷ്. അപ്പോൾ കുഞ്ഞിച്ചിരുതയ്ക്ക് അവരെ കണ്ടപ്പോൾ അവളുടെ അങ്കിളിനെ പോലെ തോന്നി. ഒള്ളി Prakash looked a lot older, almost as old മുത്തശ്ശൻ. He had gazed curiously at her the first time she bought some candy from the store. അപ്പോൾ അവൾ കുറച്ച് മിഠായിയൊക്കെ വാങ്ങിയപ്പോൾ അവളിങ്ങനെ ക്യൂരിയസ് ആയിട്ട് അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കിയിരുന്നു. ഓക്കെ. ഓൾ ഹെർ ക്ലാസ്മേറ്റ്സ് കോൾഡ് ഹിം മിസ്റ്റർ പ്രകാശ്. അവളുടെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും അവരെ എന്തായിരുന്നു വിളിച്ചിരുന്നത്? മിസ്റ്റർ പ്രകാശ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. കുഞ്ഞിച്ചിരുത തോട്ട് ഇറ്റ്സ് റൂഡ്. കുഞ്ഞിച്ചിരുതൊക്കെ തോന്നി ഇതൊരു കുറച്ച് റൂഡാണ്, കുറച്ച് ക്രൂരമായി പോയിന്ന്. ബാക്ക് ഹോം ഇൻ കേരള ഷീ വുഡ് ഹാവ് കോൾഡ് ഹിം പ്രകാശ് അങ്കിൾ. ഇനി ഹോം കേരളത്തിലാണെന്ന് വെച്ചാൽ പ്രകാശ് അങ്കിൾ എന്ന് വിളിക്കാം. നെക്സ്റ്റ് ടൈം ഷീ വെൻറ്റ് ടു ദ സ്റ്റോർ പ്രകാശ് പാച്ച്ഡ് ഹെർ അഫെക്ഷനേറ്റ്ലി ഓൺ ഹെർ ഹെഡ്. അപ്പോൾ നെക്സ്റ്റ് ടൈം പോയപ്പോൾ ഇങ്ങനെ തലയിൽ ഇങ്ങനെ തലോടി. അപ്പോൾ ചോദിച്ചു, വാട്ട് ഡു പീപ്പിൾ കോൾ യു ഡിയർ? നിന്നെ എന്താണ് കുട്ടികളെല്ലാം വിളിക്കുന്നത്? കുഞ്ഞിച്ചിരുത. പ്രകാശ് ഹൈ വൈഡൻറ്റ്. കുഞ്ഞിച്ചിരുത. അപ്പോൾ പ്രകാശിൻ്റെ എന്താണ് കണ്ണുകളൊക്കെ വിടർന്നു. കുഞ്ഞിച്ചിരുത ഒരു ഭയങ്കര അത്ഭുതത്തോട് കൂടിയിട്ട്. കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ്. കുഞ്ഞിച്ചിരുതക്ക് ഭയങ്കര സന്തോഷമായി. എന്തുകൊണ്ടാണ്? പ്രകാശ് അങ്കിൾ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഔട്ട്സൈഡ് ഹെർ ഫാമിലി ടു പ്രൊനൗൺസ് ഹെർ നെയിം പെർഫെക്റ്റ്ലി ഇൻ ന്യൂ ജേഴ്സി. ആദ്യമായിട്ടാണ് ഒരാൾ കുഞ്ഞിച്ചിരുത എന്ന് നല്ലവണ്ണം അവളെ വിളിക്കുന്ന, നല്ല രീതിയിൽ പ്രൊനൗൺസ് ചെയ്യുന്ന. അവളെ വീട്ടിലെ ആളല്ലാതെ, ഫാമിലിയിൽ അല്ലാത്ത പുറത്തു നിന്നുള്ള ഒരാൾ കുഞ്ഞിച്ചിരുത എന്ന് അവൾ ആദ്യമായിട്ട് ഈ ന്യൂ ജേഴ്സിയിൽ എത്തിയിട്ട് വിളിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഭയങ്കര സന്തോഷമായി. ഷീ നോഡഡ് ഹെർ ഹെഡ് ഹാൻഡ് ബീം ടാച്ച്. അവളിങ്ങനെ തലയാട്ടി ഇങ്ങനെ അയാൾ ഭയങ്കര ഇതിൽ നോക്കുകയാണ്. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡിഡ് കുഞ്ഞിച്ചിരുത തിങ്ക് ഇറ്റ് വാസ് റൂഡ് ടു കോൾ പ്രകാശ് ബൈ നെയിം? എന്താണ് വളരെ ക്രൂരമാണ് പ്രകാശിന് ആ പേര് കൂട്ടി വിളിക്കുന്നതെന്ന് അവൾക്ക് തോന്നിയത് എന്തുകൊണ്ടാണ്? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് കുഞ്ഞിച്ചിരുതാസ് റിയാക്ഷൻ വെൻ പ്രകാശ് പ്രൊനൗൺസ്ഡ് ഹെർ നെയിം കറക്റ്റ്ലി? കുഞ്ഞിച്ചിരുതയുടെ പേര് നല്ലവണ്ണം പ്രൊനൗൺസ് ചെയ്തപ്പോൾ അവളുടെ റിയാക്ഷൻ എന്തായിരുന്നു? 2 ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? വൈ ഡിഡ് കുഞ്ഞിച്ചിരുത തിങ്ക് ഇറ്റ് വാസ് റൂഡ് ടു കോൾ പ്രകാശ് ബൈ ഹിസ് നെയിം? കുഞ്ഞിച്ചിരുത തോട്ട് ഇറ്റ് വാസ് റൂഡ് ടു കോൾ പ്രകാശ് മിസ്റ്റർ പ്രകാശ് ബിക്കോസ് ഇൻ ഹെർ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, അതായത് നമ്മുടെ കേരളത്തിലെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഇതിൽ എന്താണ്, ഷീ വുഡ് ഹാവ് അഡ്രസ്ഡ് ഹിം ഹാസ് പ്രകാശ് അങ്കിൾ. അപ്പം കേരളത്തിൽ ആരും നമ്മളെ പേര് കൂട്ടി വിളിക്കില്ല, നമ്മൾ എന്തെങ്കിലും ബഹുമാനപൂർവ്വം അതിനോട് എന്തെങ്കിലും ചേർക്കും. അപ്പോൾ പ്രകാശ് അങ്കിൾ എന്നാണ് കേരളത്തിലായിരുന്നുണ്ടെങ്കിൽ വിളിക്കുമായിരിക്കുക. എ മോർ അഫെക്ഷനേറ്റ് ആൻഡ് റെസ്പെക്റ്റബിൾ ടേം. ഇത് കുറച്ചുകൂടി സ്നേഹവും ബഹുമാനവും ഉള്ളൊരു വേർഡ് എന്താണ്, മിസ്റ്റർ പ്രകാശിനെക്കാട്ടി കൂടുതൽ എന്താണ് പ്രകാശ് അങ്കിൾ എന്ന് വിളിക്കുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി. ഇനി അടുത്ത, കുഞ്ഞിച്ചിരിത വാസ് ഡിലൈറ്റഡ് വെൻ പ്രകാശ് പ്രൊനൗൺസ്ഡ് ഹെർ നെയിം പെർഫെക്റ്റ്ലി.
Kunni Chirida was delighted when Prakash pronounced her name perfectly. She nodded her head and beamed at him, feeling happy and appreciated that someone outside her family could say her name correctly. അപ്പോൾ കുഞ്ഞിച്ചിരിത വളരെയധികം സന്തോഷവതിയായി, പിന്നെ എന്താണ് തലയൊക്കെ ആട്ടി വളരെയധികം റെസ്പെക്റ്റോട് കൂടി അവരെ നോക്കുകയാണ്. എന്തുകൊണ്ടാണ്? ആദ്യമായിട്ടാണ് ഫാമിലിയിൽ നിന്ന് ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരാൾ അവളുടെ പേര് കറക്റ്റായിട്ട് വിളിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. പ്രകാശ് സഡൻലി സ്വിച്ച്ഡ് ഓവർ ടു മലയാളം. അപ്പം പെട്ടെന്ന് എന്താകെ മലയാളത്തിലേക്ക് സംസാരം മാറ്റി. ഡു ചിൽഡ്രൻ സ്റ്റിൽ ഹാവ് നെയിംസ് ലൈക്ക് കുഞ്ഞിച്ചിരുത്തത്? ഹി വണ്ടേർഡ് ഹലോഡ്. ഇപ്പോഴും കുട്ടികൾക്ക് കുഞ്ഞിച്ചിരുത്ത എന്നുള്ള ടൈപ്പ് പേരൊക്കെ ഉണ്ടാകുന്നത്. കുഞ്ഞിച്ചിരുത്ത എന്ന് പറയുന്ന ഒരു ഓൾഡ് നെയിമാണല്ലോ, പഴയകാല ഒരു പേരാണല്ലോ. അപ്പോൾ ഇപ്പോഴും കുട്ടികൾക്ക് ഇങ്ങനത്തെ പേരൊക്കെ ഉണ്ടോ എന്നുള്ളൊരു അത്ഭുതമാണ് പ്രകാശിനുണ്ടായിരുന്നത്. പ്രകാശ് വാസ് നോട്ട് ദ ഫസ്റ്റ് പേഴ്സൺ ടു വണ്ടർ അബൌട്ട് കുഞ്ഞിച്ചിരുതാസ് നെയിം. അപ്പോൾ പ്രകാശ് മാത്രമായിരുന്നില്ല, ആദ്യത്തെ ഒരു പേഴ്സൺ ആയിരുന്നില്ല ഇങ്ങനെ കുഞ്ഞിച്ചിരുതയുടെ പേര് കേട്ടിട്ട് വണ്ടർ അടിക്കുന്ന ആദ്യത്തെ ആളായിരുന്നില്ല പ്രകാശ്. ഷീ ഹാഡ് ഫേസ്ഡ് ദ ക്വസ്റ്റ്യൻ സെവറൽ ടൈം ആഫ്റ്റർ ഷീ ബിക്കെയിം ഓൾഡ് ഇനഫ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. അവൾ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് നിന്ന് ഈ ചോദ്യം നേരിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പേര് കിട്ടിയെന്നുള്ളൊരു ചോദ്യം. ഓഫ് കോഴ്സ് ഷീ ന്യൂ വെരി വെൽ ഹൗ ഷീ ഗോട്ട് ഹെർ നെയിം. അവൾക്ക് അറിയാം എങ്ങനെയാണ് ഈ പേര് കിട്ടിയെന്ന്. സോ ഷീ ടോൾഡ് ഹിം അബൌട്ട് ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഹൂ ബിക്കെയിം എ സ്കൂൾ ടീച്ചർ അറ്റ് ദ ഏജ് ഓഫ് 18. അപ്പോൾ അവൾക്ക് എങ്ങനെയാണ് ഈ പേര് കിട്ടിയത്? അവളുടെ മുത്തശ്ശിയുടെ പേരാണ്. 18-ാം വയസ്സിൽ ടീച്ചറായിരുന്നു, അധ്യാപകയായിട്ട് ജോലി നേടിയ അവളുടെ മുത്തശ്ശിയുടെ പേരാണ് അവൾക്ക് ഇട്ടത്. ഷീ ഹാഡ് ഓൺലി സീൻ എ ഫെയ്ഡിങ് ഫോട്ടോഗ്രാഫ് ഓഫ് ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. അപ്പോൾ അവളൊരു ഫെയ്ഡായിട്ടുള്ളൊരു നിറം മങ്ങിയൊരു ഫോട്ടോഗ്രാഫ് മാത്രമേ അവരത് കണ്ടിട്ടുള്ളൂ. കുഞ്ഞിച്ചിരുത ലേറ്റർ ലേൺഡ് ഫ്രം അമ്മ ദാറ്റ് പ്രകാശ് ബിലോങ് ടു എ വില്ലേജ് നോട്ട് ഫാർ ഫ്രം ഹെർ ടൗൺ. അപ്പോൾ കുഞ്ഞിച്ചിരുത കുറച്ച് കഴിഞ്ഞിട്ട് മനസ്സിലാക്കി. എന്ത് മനസ്സിലാക്കി? അമ്മ പറഞ്ഞ എന്ത് പറഞ്ഞു? പ്രകാശ് അവരുടെ സ്വന്തം ഗ്രാമത്തിൽ നിന്ന് കുറച്ച് അകലെയാണ്, ഒരുപാട് അകലെയൊന്നുമില്ല. നോട്ട് ഫാർ ഫ്രം ഹെർ ടൗൺ. ഹി ഹാഡ് അറൈവ്ഡ് ഇൻ അമേരിക്ക ഓൾമോസ്റ്റ് ഹാഫ് എ സെഞ്ച്വറി എഗോ. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വന്ന ആളാണ്. ഹാഫ് സെഞ്ച്വറി എന്ന് പറയുന്നത് 100 വർഷമാണ്. ഹാഫ് സെഞ്ച്വറി എന്ന് പറയുന്നത് എന്താണ്? 50 വർഷം. അപ്പോൾ അത്രയും കാലമായി അമേരിക്കയിൽ പ്രകാശ് ഉണ്ട്. ഓക്കെ. വൈ വാസ് പ്രകാശ് സർപ്രൈസ്ഡ് അറ്റ് കുഞ്ഞിച്ചിരുതാസ് നെയിം? എന്തുകൊണ്ടാണ് പ്രകാശിന് അത്ഭുതം തോന്നിയത്? ഓക്കെ. ഹൗ ഡിഡ് കുഞ്ഞിച്ചിരുത ഗെറ്റ് ഹെർ നെയിം? എങ്ങനെയാണ് അവൾക്ക് ആ പേര് കിട്ടിയത്? പ്രകാശ് വണ്ടേഡ് അലൗഡ് ഇഫ് ചിൽഡ്രൻ സ്റ്റിൽ ഗെറ്റ് നെയിംസ് കുഞ്ഞിച്ചിരുത ഇംപ്ലൈങ് ഹെർ നെയിം മൈറ്റ് ബി ട്രഡീഷണൽ. അപ്പം എന്താണ്, ഇപ്പോഴും കുട്ടികൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് പേരുണ്ടോ എന്നാണ് പ്രകാശ് അത്ഭുതത്തോടു കൂടി ആലോചിച്ചത്. ഇനി അടുത്തത് എങ്ങനെയാണ് ഈ പേര് കിട്ടിയെന്ന് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ. ഹൗ ഡിഡ് കുഞ്ഞിച്ചിരുത ഗെറ്റ് ഹെർ നെയിം? എങ്ങനെയാണ് കുഞ്ഞിച്ചിരുത ഷെയർഡ് ദ സ്റ്റോറി ബിഹൈൻഡ് ഹെർ നെയിം വിച്ച് ഈസ് കണക്റ്റഡ് ടു ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ, എ സ്കൂൾ ടീച്ചർ ഹൂ സ്റ്റാർട്ടഡ് ഹെർ കരിയർ അറ്റ് 18. നമുക്ക് അടുത്ത നോക്കാം. കുഞ്ഞിച്ചിരുത ലേറ്റർ ലേൺഡ് ഫ്രം അമ്മ. അത് നമ്മൾ പറഞ്ഞു. എ ഫ്യൂ ഡേയ്സ് ബിഫോർ ദ സ്പ്രിംഗ് ബ്രേക്ക് ഗേൾ നെയിംഡ് ആന്റോണി ടുക്ക് അഡ്മിഷൻ ഇൻ കുഞ്ഞിച്ചിരുതാസ് ക്ലാസ്. അപ്പോൾ സ്പ്രിംഗ് ഒക്കെ ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു കുട്ടി കൂടി അവരുടെ ക്ലാസ്സിലേക്ക് വന്നു. ഷി വാസ് ഫ്രം എ സിറ്റി കോൾഡ് മാർസിലിസ് ഇൻ ഫ്രാൻസ്. അപ്പോൾ അവരെവിടെ നിന്നായിരുന്നു? ഫ്രാൻസിൽ നിന്നായിരുന്നു. ഹെർ മദർ വാസ് വർക്കിംഗ് ഇൻ എ മൾട്ടിനാഷണൽ കമ്പനി. അവളുടെ അമ്മ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. ഷി വാസ് ഗിവൺ എ ന്യൂ പ്രോജക്റ്റ് ഇൻ ന്യൂ ജേഴ്സി. സോ ദ ഫാമിലി ഹാഡ് റീലൊക്കേറ്റഡ്. അപ്പോൾ അമ്മ മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് ഒരു പുതിയ പ്രോജക്റ്റുമായിട്ട് ന്യൂ ജേഴ്സിയിലേക്ക് വരേണ്ടി വന്നു. അതുകൊണ്ട് അവളുടെ ഫാമിലിയും മാറി വന്നതാണ്. അങ്ങനെ അവൾ കുഞ്ഞിച്ചിരുതയുടെ സ്കൂളിൽ എത്തുകയാണ്. വാട്ട് സർപ്രൈസ്ഡ് കുഞ്ഞിച്ചിരുത വെൻ ആന്റോണി പ്രൊനൗൺസ്ഡ് ഹെർ നെയിം റൈറ്റ്. അപ്പം ഈ ആന്റോണി ആദ്യമായിട്ട് അവളുടെ പേര് വിളിച്ചപ്പോൾ നല്ലവണ്ണം പ്രൊനൗൺസ് ചെയ്തു. അത് അവൾക്ക് വളരെയധികം എന്താ പറയുക അത്ഭുതം തോന്നി. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആന്റോണി ആൻഡ് കുഞ്ഞിച്ചിരുത സൂൺ ബിക്കെയിം ഫ്രണ്ട്സ്. അവർ രണ്ടാളും നല്ല ഫ്രണ്ട്സായി. കുഞ്ഞിച്ചിരുത വാസ് അമ്യൂസ്ഡ് ടു ഫൈൻഡ് ദാറ്റ് ഹെർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ഹാഡ് ട്രബിൾ പ്രൊനൗൺസിങ് ആന്റോണിസ് നെയിം ടു. മോസ്റ്റ് ഓഫ് ദം പ്രൊനൗൺസ്ഡ് ഇറ്റ് ഹാസ് ആന്റോയിനെറ്റ്. അപ്പം കുഞ്ഞിച്ചിരുതയുടെ പേര് പ്രൊനൗൺസ് ചെയ്യുന്ന പോലെ ബുദ്ധിമുട്ട് ഈ ആന്റോണിയുടെ പേര് പ്രൊനൗൺസ് ചെയ്യാൻ ടീച്ചേഴ്സിനും കുട്ടികൾക്കും ബുദ്ധിമുട്ടായിരുന്നു എന്ന് ആർക്ക് മനസ്സിലായി? കുഞ്ഞിച്ചിരുതക്ക് മനസ്സിലായി. എല്ലാവരും ഇങ്ങനെയാണ് പ്രൊനൗൺസ്. ബട്ട് കുഞ്ഞിച്ചിരുത ലേൺഡ് ഫ്രം ആന്റോണി ദാറ്റ് ദ നെയിം ഓട്ട് ടു ബി പ്രൊനൗൺസ്ഡ്
ഹോങ് ത്വാനിറ്റ് അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് അവൾ മനസ്സിലാക്കി. അപ്പം ആൻറ്റോണി എന്നല്ല ഹോങ് ത്വാനെറ്റ് എങ്ങനെ ആ രീതിയിലാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. കുഞ്ഞിച്ചിരിത ട്രൈ ടു സേ ഇറ്റ് ദാറ്റ് എവേ ഷീ ഫൗണ്ട് ടു ഹെർ സർപ്രൈസ് ദാറ്റ് ഷീ ഗോട്ട് ഇറ്റ് റൈറ്റ് ആഫ്റ്റർ എ ഫ്യൂ ട്രയൽസ്. അപ്പോൾ കുറച്ച് ട്രയലൊക്കെ വന്നപ്പോൾ ശരിയായി. ഷീ വാസ് ഈക്വലി സർപ്രൈസ്ഡ് ടു ഫൈൻഡ് ആൻറ്റോണി പ്രൊനൗൺസ്ഡ് ഹെർ ഫാമിലി ഫെയർലി വെൽ, എസ്പെഷ്യലി ആൻറ്റോണി വിസിറ്റഡ് കുഞ്ഞിച്ചിരിത അറ്റ് ഹെർ ഹോം എ ഫ്യൂ ഡേയ്സ് ലേറ്റർ. അങ്ങനെ വീടൊക്കെ വിസിറ്റ് ചെയ്തു. കുഞ്ഞിച്ചിരിത ഫൗണ്ട് ടു ഹെർ അമ്യൂസ്മെൻറ്റ് ദാറ്റ് അമ്മ കുഡ് നോട്ട് സേ ആൻറ്റോണി നെയിം റൈറ്റ്. അപ്പോൾ അമ്മയ്ക്ക് എന്താണ് മര്യാദയ്ക്ക് ഈ ആൻറ്റോണിയുടെ പേര് പറയാനും കിട്ടിയിട്ടില്ല. സോ ഷീ ഹാഡ് ടു ബിക്കം ഹെർ മദേഴ്സ് ലാംഗ്വേജ് ടീച്ചർ ഫോർ എ മൊമെൻറ്റ്. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വൈ ഡു യു തിങ്ക് ആൻറ്റോണി വാസ് ഏബിൾ ടു പ്രൊനൗൺസ് കുഞ്ഞിച്ചിരിത നെയിം ഫെയർലി വെൽ? അതിന് മുന്നേ വാട്ട് സർപ്രൈസ്ഡ് കുഞ്ഞിച്ചിരിത വെൻ ആൻറ്റോണി പ്രൊനൗൺസ്ഡ് ഹെർ നെയിം റൈറ്റ്. അപ്പം ശരിയായി പ്രൊനൗൺസ് ചെയ്തപ്പം എന്താണ് അവർക്ക് ഫീൽ ചെയ്തതെന്ന്. ആൻറ്റോണി പ്രൊനൗൺസിങ് കുഞ്ഞിച്ചിരിതാസ് നെയിം കുഞ്ഞിച്ചിരിത was surprised that Antoine pronounced her name fairly well, especially the sound which others had struggled with. മറ്റുള്ളവർക്കൊക്കെ എന്നുള്ള ആ കുഞ്ഞി എന്നുള്ള ആ ഒരു സൗണ്ട് പ്രൊനൗൺസ് ചെയ്യാൻ വളരെ വിഷമമായിരുന്നു. പക്ഷേ ആൻറ്റോണി നല്ലോണം പ്രൊനൗൺസ് ചെയ്തു. ഇനി അടുത്ത എന്താണ്? വൈ ഡു യു തിങ്ക് ആൻറ്റോണി വാസ് ഏബിൾ ടു പ്രൊനൗൺസ് കുഞ്ഞിച്ചിരിത നെയിം ഫെയർലി വെൽ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതാണ്? കുഞ്ഞിച്ചിരിത വാസ് സർപ്രൈസ്ഡ് ദാറ്റ് ആൻറ്റോണി പ്രൊനൗൺസ്ഡ് ഹെർ നെയിം ഫെയർലി വെൽ, എസ്പെഷ്യലി ഇൻ സൗണ്ട് വിച്ച് അതേഴ്സ് ഹാഡ് സ്ട്രഗിൾഡ് വിത്ത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് നോക്കാം. ഇവിടെ നോക്കും. ദ സ്കൂൾ ഈസ് ക്ലോസ്ഡ് ഫോർ ദ വെക്കേഷൻ. സ്കൂള് വെക്കേഷന് പൂട്ടിയതാണ്. കുഞ്ഞിച്ചിരിത ഈസ് ഇൻ കേരള ആൻഡ് ഹെർ ഫ്രണ്ട് ആൻറ്റോണി ഈസ് നൗ ഇൻ ഫ്രാൻസ്. ഇപ്പം കുഞ്ഞിച്ചിരിത കേരളത്തിലെത്തി, അവളുടെ ഫ്രണ്ട് ഫ്രാൻസിലും എത്തി. ബട്ട് ദിൽ സ്റ്റിൽ സ്റ്റേ കണക്റ്റഡ് ത്രൂ ടെക്സ്റ്റ് മെസ്സേജ്. ഹിയർ ഇസ് എ പീക്ക് അറ്റ് ദെയർ ചാറ്റ്. അപ്പോൾ അവരിങ്ങനെ ചാറ്റ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹായ് ആൻറ്റോണി, എവറി ഡേ ഹൗ ഇസ് എവറിത്തിങ് ഗോയിങ്? അപ്പം പറയുന്നത്, ഹോ ഇറ്റ് ഈസ് നൈസ് ഹിയർ, eating lots of yummy food. What about you? How is Kerala? Great, lots of coconut trees and Amma's dosha. Miss you though. Oh, miss you too. Guess what? I taught my mom to say your name. എൻ്റെ അമ്മയെ നിൻ്റെ പേര് പറയാൻ പഠിപ്പിച്ചു എന്ന് പറയുന്നത്. ദാറ്റ്സ് അമേസിങ്. ഐ ടോട്ട് അമ്മ ടു സേ യുവർ നെയിം ടു. നിൻ്റെ പേരും പറയാൻ ഞാൻ അമ്മയെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓ, വെൻ ആർ യു ഗോയിങ് ബാക്ക് ടു ന്യൂ ജേഴ്സി? നീ എപ്പോഴാണ് ന്യൂ ജേഴ്സിയിലേക്ക് പോകുന്നത്? ഇൻ 2 weeks, 2 ആഴ്ച കൊണ്ട് പോകും. വാട്ട് അബൌട്ട് യു? നിൻ്റെ കാര്യം എന്താണ്? ഡു യു മിസ് ന്യൂ ജേഴ്സി? നിങ്ങൾക്ക് അവിടെ മിസ് ചെയ്യുന്നുണ്ടോ? ഐ മിസ് ഹാങ്ങിങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ് ലൈക്ക് യു. എനിക്ക് പുറത്ത് പോകുന്ന ഔട്ടിങ്ങിനൊക്കെ പോകുന്നത് ഫ്രണ്ട്സായിട്ട് ഹാങ് ഔട്ട് ചെയ്യുന്നതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ സ്കൂൾ ആക്ടിവിറ്റീസ് ഓൾസോ ദ ഐസ്ക്രീം അറ്റ് പ്രകാശ് ഷോപ്പ്. എനിവേ ഐ വിൽ ബി ബാക്ക് ഇൻ 2 weeks. എന്തായാലും അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഞാനും 2 ആഴ്ച കൊണ്ട് അവിടെ എത്തും. ഡീൽ, കാൺട്ട് വെയിറ്റ്, സി യു സൂൺ. അപ്പോൾ അവർ തമ്മിലുള്ള ആ ചാറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ആക്ടിവിറ്റി എന്താ പറഞ്ഞതെന്ന് നോക്കാം. യു വിഷ് ടു ഹാങ് ഔട്ട് വിത്ത് യുവർ ഫ്രണ്ട് ദിസ് വീക്കെൻഡ്. ഹൗ വിൽ യു പ്ലാൻ ഫോർ ഇറ്റ്? സിറ്റ് ഇൻ പെയേഴ്സ് ആൻഡ് ക്രിയേറ്റ് എ ചാറ്റ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീക്കെൻഡ് എങ്ങനെ സ്പെൻഡ് ചെയ്യാമെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ അതൊന്ന് ആ ഒരു കോൺവെർസേഷൻ എഴുതാനാണ്. യു ഹായ്, വാട്ട് ആർ യു ഡൂയിങ് ദിസ് വീക്കെൻഡ്? ഈ വീക്കെൻഡിൽ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഫ്രണ്ട് പറയാം, ഐ എം നോട്ട് ഷുവർ യെറ്റ്. ഡു യു വാണ്ട് ടു ഹാങ് ഔട്ട്? എനിക്ക് പ്രത്യേകിച്ചൊരു പരിപാടിയില്ല, നിങ്ങൾക്ക് എന്തേ പരിപാടി ഉണ്ടോ നോക്കണം. ഐ വാസ് തിങ്കിങ് വി വുഡ് ഗ്രാബ് ബ്രഞ്ച് അറ്റ് ദാറ്റ് ന്യൂ കഫേ ഡൗൺ ടൗൺ. ഐ ഹാവ് ബീൻ വാണ്ടിങ് ടു ട്രൈ ഇറ്റ് ഔട്ട്. ഞാൻ വിചാരിക്കേണ്ടത് നമുക്കൊരു ബ്രഞ്ച് കഴിച്ചാലോ. ബ്രഞ്ച് എന്ന് പറഞ്ഞാൽ ബ്രഞ്ചിൻ്റെ ലഞ്ചിൻ്റെ ഇടയിലുള്ള ഭക്ഷണമാണ് ബ്രഞ്ച്. ന്യൂ കഫേ തുടങ്ങിയിട്ടുണ്ടല്ലോ, അവിടെ നമുക്ക് പോയിട്ട് ബ്രഞ്ച് കഴിച്ചാലോ എന്ന് പറയാം. അപ്പോൾ യു സൗണ്ട് പെർഫെക്റ്റ്. ഓ, അതൊരു നല്ല ഐഡിയ ആണല്ലോ. ഐ ലവ് ട്രൈയിങ് ടു ന്യൂ ഫുഡ് സ്പോട്ട്. പുതിയ ഫുഡ് സ്പോട്ടൊക്കെ ട്രൈ ചെയ്യുന്നത് എനിക്കും ഇഷ്ടമാണ്. വാട്ട് ടൈം വേർ യു തിങ്കിങ്? നീ ഏത് സമയമാണ് ഉണ്ടാവുക? ഫ്രണ്ട്, ഹൗ അബൌട്ട് 11 AM? 11 മണി ആയാലോ? വി കുഡ് മീറ്റ് ദർ ആൻഡ് ദെൻ മേ ബി ക്യാച്ച് എ മൂവി ഓർ ഗോ ഫോർ എ വാക്ക് ഇൻ ദ പാർക്ക്. അപ്പോൾ അതിനുശേഷം നമുക്ക് അവിടെ മീറ്റ് ചെയ്യാം 11 മണിക്ക്. എന്നിട്ട് നമുക്കൊരു മൂവി കാണാനോ അല്ലെങ്കിൽ പാർക്കിൽ നടക്കാനോ പോവാം. ഓ, ദാറ്റ് സൗണ്ട് ലൈക്ക് എ ഗ്രേറ്റ് പ്ലാൻ. ഓ, നല്ലൊരു പ്ലാനാണ്. ഐ വിൽ മീറ്റ് യു അറ്റ് ദ കഫേ അറ്റ് 11. നമുക്ക് കഫേയിൽ വെച്ചിട്ട് 11 മണിക്ക് കാണാം. ലുക്കിംഗ് ഫോർവേഡ് ടു സീ യു സാറ്റർഡേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചുരുക്കിയിട്ടൊക്കെ എഴുതാം. അത് ഒരുപാട് സെൻറ്റൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചുരുക്കിയിട്ടും എഴുതാം. അങ്ങനെ ഒരു 5 കോൺവെർസേഷനെങ്കിലും നിങ്ങൾ എഴുതണം.
ഇനി നമുക്ക് അടുത്ത സെക്കൻഡ് ആക്ടിവിറ്റി നോക്കാം. ഡ്യൂറിങ് ദ വെക്കേഷൻ കുഞ്ഞിച്ചിരുത റിസീവ്ഡ് ആൻ ഇമെയിൽ ഫ്രം ഹെർ ഫ്രണ്ട്. അപ്പോൾ ഇമെയിൽ ഫ്രണ്ടിൽ നിന്ന് കിട്ടി. അപ്പോൾ ഫ്രം ടു ഒക്കെ ഉണ്ട്. എന്നിട്ട് ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്, ഡിയർ കുഞ്ഞിച്ചിരുത, ഐ ഹോപ്പ് യു ആർ എൻജോയിങ് യുവർ വെക്കേഷൻ. ഐ ആം ബാക്ക് ഇൻ മർസിൽസ്. ദ വെദർ ഹിയർ ഈസ് ലവ്ലി ആൻഡ് ഐ വെൻറ്റ് പാഡിൽ boarding with my friends. I fell down many times but it was exciting. I have attached some photos for you. How is Kerala? I really miss you and can't wait to hear all about your adventures. Say hi to your mom for me. Take care, love and joy. അപ്പോൾ ഒരു ലെറ്ററാണ്. അപ്പോൾ ഇമെയിൽ ആയിട്ടാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിച്ചിലതൊക്കെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ തുടങ്ങി. അവളൊന്ന് ഹെൽപ്പ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഇമെയിൽ എഴുതുമ്പം ഫ്രമും ടൂവും ഇമെയിൽ അഡ്രസ്സാണ് എഴുതേണ്ടത്. അത് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കത് അങ്ങോട്ട് എഴുതിയാൽ മതി. ഡിയർ ആൻറ്റോണി, ഐ വാസ് എക്സൈറ്റഡ് ടു ഗെറ്റ് യുവർ മെയിൽ. ഇറ്റ് മെയ്ഡ് മീ സോ ഹാപ്പി ടു ഹിയർ I was excited to get your mail. It made me so happy to hear from you. Kerala has been amazing. Kerala നല്ല അടിപൊളിയാണ്. I have been enjoying the laid back vibe. I have been spending time with the family and friends. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലിൻ്റെ കൂടെയും ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വി ഹാവ് സം ഗ്രേറ്റ് മീൽസ് ടുഗദർ. യുവർ പാഡിൽ ബോട്ട് അഡ്വെഞ്ചർ സൗണ്ട്സ് ത്രില്ലിംഗ്. നിൻ്റെ ഈ അഡ്വെഞ്ചേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടു. ഐ വുഡ് ലവ് ടു സീ ദ ഫോട്ടോസ് യു അറ്റാച്ച്ഡ്. ഐ മിസ് യു ടു ആൻഡ് കാൺട്ട് വെയിറ്റ് ടു ക്യാച്ച് അപ്പ് മോർ വെൻ ഐ ഗെറ്റ് ബാക്ക് ടു ന്യൂ ജേഴ്സി. I miss you too and can't wait to catch up more when I get back to New Jersey. Give my love to your family and say hi to your friends in Manchester. Take care and write again soon. Love, കുഞ്ഞിച്ചിരുത. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ് ആക്ടിവിറ്റി, റീഡ് ദ സെൻറ്റൻസ് ടേക്കൻ ഫ്രം ദ സ്റ്റോറി എന്നുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഇൻ ഫാക്ട് നിയർലി ഹാഫ് ദ സ്റ്റുഡൻസ് ബിലോങ് ടു ഇമിഗ്രൻറ്റ് ഫാമിലീസ്. ദേ വേർ സ്റ്റുഡൻസ് ഫ്രം കാനഡ, മെക്സിക്കോ, ഇറ്റലി, UAE, ഈജിപ്റ്റ്, ചൈന. കുഞ്ഞിച്ചിരുത വാസ് ഓൺലി ദ ഇന്ത്യ. അപ്പം നമ്മളത് വായിച്ചിരുന്നല്ലേ. 26 സ്റ്റുഡൻസ് ആണുള്ളത്. അതിൽ കുഞ്ഞിച്ചിരുത മാത്രമല്ല, ഒരുപാട് കുട്ടികൾ വേറെ പുറം രാജ്യങ്ങളിൽ നിന്ന് വന്നതാണ്. ഇമിഗ്രൻറ്റ് ഫാമിലീസ് എന്ന് പറഞ്ഞാൽ വേറെ രാജ്യങ്ങളിൽ നിന്ന് വന്നവർ. ദ ടേം ഇന്ത്യൻ ഡിനോട്ട് സമ്മൺ ഫ്രം ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇന്ത്യ രാജ്യത്ത് നിന്നുള്ള ആളെന്നാണ് അർത്ഥം. അതേപോലെ കാനഡക്കാർക്ക് എന്താ പറയുക, കനേഡിയൻ, ചൈന, ചൈനീസ്, ഈജിപ്റ്റ്, ഈജിപ്ഷ്യൻ, ജപ്പാൻ, ജപ്പാനീസ്, മെക്സിക്കോ, മെക്സിക്കൻ. അതേപോലെ നമ്മൾ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യണം. ഫ്രാൻസിലുള്ള ആൾക്കാരെ നമ്മൾ എന്താ പറയുക, ഫ്രാൻസിലുള്ള എന്താണ്, ഫ്രഞ്ച് എന്നാണ് പറയുക. അതേപോലെ ജർമ്മനി എന്താ നമ്മൾ പറയുക, ജർമ്മൻ എന്നാണ് പറയുക. സ്പെയിന് സ്പാനിഷ്, UAEയിലുള്ള എമിറേറ്റ്സ്, ഇറ്റലി ഇറ്റാലിയൻ, ഇന്ത്യ ഇന്ത്യൻ, കാനഡ കനേഡിയൻ, ചൈന ചൈനീസ്, ഈജിപ്റ്റ് ഈജിപ്ഷ്യൻ, ജപ്പാൻ ജപ്പാനീസ്, മെക്സിക്കോ മെക്സിക്കൻ, ഫ്രാൻസ് ഫ്രഞ്ച്. ഇങ്ങനെയാണ് നമ്മൾ പറയുക അല്ലേ. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കി നിങ്ങൾ എഴുതുക. ഇനി അടുത്തത് ലെറ്റസ് ഹാവ് വൺ വിത്ത് വേർഡ്സ് കൊണ്ട് നമ്മൾ ഒരു കളിയാണ്. കുഞ്ഞിച്ചിരുത ആൻഡ് ഡിസൈഡഡ് ടു പ്ലേ ഗെയിം. ഇവർ രണ്ടാളും ഒരു ഗെയിം പ്ലേ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചു. ദേ പിക്ക്ഡ് വേർഡ്സ് ദാറ്റ് സ്റ്റാർട്ട് വിത്ത് ഈച്ച് ലെറ്റർ ഓഫ് ദെയർ നെയിം. അവരുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ. ദ വേർഡ്സ് ഡിസ്ക്രൈബ് സംതിങ് പോസിറ്റീവ് അബൌട്ട് ദം. ആ പേരെന്താണ്, അവരെ പറ്റിയിട്ട് എന്തെങ്കിലും പോസിറ്റീവായിട്ട് പറയണം. അപ്പം ഫോർ എക്സാമ്പിൾ, K കൈൻഡ്, U അണ്ടർസ്റ്റാൻഡിങ്, N നീറ്റ്, H ഹെൽപ്ഫുൾ, I ഇൻ്റലിജൻറ്റ്, C ക്യൂരിയസ്, H ഹാപ്പി. അങ്ങനെ ഓക്കെ. അപ്പോൾ അതേപോലെ A ആക്റ്റീവ്, N നൈസ്, T ടാലൻറ്റഡ്, O ഒപ്റ്റിമിസ്റ്റിക്, I ഇൻസ്പയറിങ്. പിന്നെ ബാക്കി ഇവിടെ RUTHA ഉണ്ട്. അതേപോലെ NETTE. ഇത്രയും നമ്മളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്താണ്, H ഹാപ്പി, I ഇമാജിനേറ്റീവ്, R റെസ്പോൺസിബിൾ, U യൂണീക്ക്, T ടാലൻറ്റഡ്, H ഹാർഡ് വർക്കിംഗ്, A ആക്റ്റീവ്. അപ്പോൾ കുഞ്ഞിച്ചിരുത കംപ്ലീറ്റ് ആയി. ആൻറ്റോണിയൻ നമുക്ക് നോക്കാം. O ഒപ്റ്റിമിസ്റ്റിക്, I ഇൻ്റലിജൻസ്, N നർച്ചറിങ്, E ഇൻതൂസിയാസ്റ്റിക്, T ടെനേഷ്യസ്, പിന്നെ അതേപോലെ തന്നെ തോട്ട്ഫുൾ, E എംപതറ്റിക്. അങ്ങനെ നമുക്ക് കൊടുക്കാം. ഇനി അടുത്ത് നമ്മളോട് പറഞ്ഞത് ഹെൽപ്ഫുൾ, ഇൻ്റലിജൻറ്റ്, ക്യൂരിയസ്, ഹാപ്പി ഇതൊക്കെ എഴുതിയല്ലോ. ഇനി ലെറ്റസ് റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് കുഞ്ഞിച്ചിരുത യൂസിങ് ദ ക്വാളിറ്റീസ്. അപ്പം നമ്മൾ ഒരുപാട് ക്വാളിറ്റീസ് ഇവിടെ പറഞ്ഞു. ഇത് വെച്ചിട്ട് എന്താണ് ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്താൽ, കുഞ്ഞിച്ചിരുത ഈസ് എ കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ഗേൾ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, കുഞ്ഞിച്ചിരുത ഈസ് കൈൻഡ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ടാലൻറ്റഡ് ഇൻഡിവിജ്വൽ വിത്ത് എ ക്യൂരിയസ് ആൻഡ് ഇമാജിനേറ്റീവ് നേച്ചർ. ഷീ ഈസ് ഹാപ്പി, ഹെൽപ്ഫുൾ ആൻഡ് ആക്റ്റീവ്, മേക്കിംഗ് ഹെർ എ വണ്ടർഫുൾ ഫ്രണ്ട് ആൻഡ് പേഴ്സൺ. ദ അക്രോസ്റ്റിക് ഹൈലൈറ്റ് ഹെർ പോസിറ്റീവ് ക്വാളിറ്റീസ്, ഷോക്കേസിങ് ഹെർ യൂണീക്ക് പേഴ്സണാലിറ്റി. ഇനി അടുത്തത്
നമുക്ക് ഈ സ്റ്റോറിയിൽ നിന്നുള്ളൊരു സെൻറ്റൻസ് വായിക്കാനാണ് പറഞ്ഞത്. എ ഫ്യൂ ഡേയ്സ് ബിഫോർ ദ സ്പ്രിംഗ് ബ്രേക്ക് എ ഗേൾ നെയിംഡ് ആൻറ്റോണിയ ടുക്ക് അഡ്മിഷൻ ഇൻ കുഞ്ഞിച്ചിരിദാസ് ക്ലാസ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ആ ഒരു വേർഡ് വായിച്ചിട്ടുണ്ട്. ഇമാജിൻ എ ന്യൂ സ്റ്റുഡൻറ്റ് ഫ്രം അനദർ കൺട്രി ഓർ സ്റ്റേറ്റ് ഹാസ് ബീൻ ജോയിൻ ടു യുവർ സ്കൂൾ. ഹൗ വുഡ് യു ഹെൽപ്പ് ഹെർ അഡ്ജസ്റ്റ് ടു ന്യൂ പ്ലേസ് ആൻഡ് കൾച്ചർ. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിലും വേറൊരു രാജ്യത്തു നിന്ന് ഒരു കുട്ടി വന്നെന്നിരിക്കുക. അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ സഹായങ്ങൾ ചെയ്യും. യു മേ യൂസ് വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ടു ഫ്രെയിം സെൻറ്റൻസ്. നിങ്ങൾക്ക് വില്ല് ഉപയോഗിക്കാം, ഷാൾ ഉപയോഗിക്കാം, ക്യാൻ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഐ വിൽ ഷോ ഹെർ അറൗണ്ട് ദ സ്കൂൾ ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹെർ ടു മൈ ഫ്രണ്ട്. അപ്പോൾ ആ സ്കൂളിൻ്റെ പരിസരമൊക്കെ ഞാൻ ചുറ്റി കാണിച്ചു കൊടുക്കും. അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ അവളെ പരിചയപ്പെടുത്തി കൊടുക്കും. ഐ ക്യാൻ ഹെൽപ്പ് ഹെർ അണ്ടർസ്റ്റാൻഡ് ദ ന്യൂ സബ്ജക്റ്റ് ആൻഡ് റൂൾസ്. അപ്പോൾ അവളെ ഹെൽപ്പ് ചെയ്യും. പുതിയ സബ്ജക്റ്റും അതേപോലെ തന്നെ അവിടെ സ്കൂളിൻ്റെ നിയമങ്ങൾ എന്താണെന്നൊക്കെ അവളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യും. ഐ വിൽ ഇൻട്രൊഡ്യൂസ് ഹെർ ടു അവർ ടീച്ചേഴ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ദെയർ ടീച്ചിങ് സ്റ്റൈൽ. ടീച്ചേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. ഐ ക്യാൻ ടീച്ച് ഹെർ സം ബേസിക് ഫ്രേസസ് ഇൻ ദ ലോക്കൽ ലാംഗ്വേജ്. അപ്പോൾ നമ്മുടെ ലാംഗ്വേജിൽ ലോക്കലായിട്ടുള്ള ഫ്രേസസൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കും. ഐ വിൽ റെക്കമെൻഡ് സം ഗ്രേറ്റ് പ്ലേസസ് ടു വിസിറ്റ് ഇൻ ദ ഏരിയ. ആ ഏരിയയിലുള്ള നല്ല സ്ഥലങ്ങളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കും. ഐ ക്യാൻ ടേക്ക് ഹെർ ടു ദ സ്കൂൾ ലൈബ്രറി ആൻഡ് ഷോ ഹെർ ഹൗ ടു ഫൈൻഡ് ബുക്സ് ആൻഡ് റിസോഴ്സ്. സ്കൂൾ ലൈബ്രറി കാണിച്ചു കൊടുക്കും. ഐ വിൽ ഷോ ഹെർ വേർ ദ കഫ്റ്റീരിയ ഹീസ് ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹെർ ടു അവർ സ്കൂൾസ് ഫുഡ് ഓപ്ഷൻ. അപ്പോൾ അവിടെയുള്ള കഫേയൊക്കെ അവൾക്ക് കാണിച്ചു കൊടുക്കും. അവിടെയുള്ള ഫുഡ് ഓപ്ഷൻസിനെ പറ്റിയിട്ടൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ നമ്മളൊരു പുതിയ സ്റ്റുഡൻറ്റ് നമ്മുടെ ക്ലാസ്സിൽ വന്നാൽ നമ്മൾ ചെയ്ത് കൊടുക്കാവുന്ന ഹെൽപ്സാണ്. ഓക്കെ. ഇനി അടുത്തത് റീഡ് ദ സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി. ബട്ട് ഷീ ഹാഡ് പിക്ഡ് അപ്പ് ഇംഗ്ലീഷ് വിത്ത് ആൻ അമേസിംഗ് സ്പീഡ്. ഇൻ ദി സെൻറ്റൻസ് പിക്ഡ് ആൻഡ് അപ്പ് ടുഗദർ. പിക്ഡ് അപ്പ് മീൻസ് ലേൺഡ് ഓർ എക്വയർഡ്. അപ്പോൾ ഇവിടെ ഈ സെൻറ്റൻസ് വായിച്ച എന്താണ്, ഷീ ഹാഡ് പിക്ഡ് അപ്പ് ഇംഗ്ലീഷ് വിത്ത് ആൻ അമേസിംഗ് സ്പീഡ്. അവളുടെ ഇംഗ്ലീഷ് പെട്ടെന്ന് തന്നെ പിക്ഡ് എന്ന് വെച്ചാൽ എക്വയർ ചെയ്യുക, നേടുക എന്നാണ് അർത്ഥം. അപ്പോൾ പിക്ഡ് അപ്പ് ഇങ്ങനെ രണ്ട് സെൻറ്റൻസ് കൂടിയതാണ്, രണ്ട് വേർഡ്സ് കൂടിയതാണ്. ഇതിനെ നമ്മൾ ഫ്രേസ് എന്ന് പറയല്ലേ. Picked up. A few such pairs of words. Pick out sentence. Can choose expression from the store. Come across, switched over. ഒക്കെ ഇതൊക്കെ നമ്മൾ ചാപ്റ്ററിൽ നമ്മൾ വായിച്ചതാണല്ലേ. അപ്പോൾ നമുക്ക് കുഞ്ഞിച്ചിരുത came across an interesting book in the library. ആൻഡ് സ്വിച്ച് ഓവർ ടു എ ന്യൂ സബ്ജക്റ്റ് ഇൻ ദ സ്കൂൾ. അപ്പം നമുക്ക് പുതിയ സെൻറ്റൻസൊക്കെ അങ്ങനെ ഉണ്ടാക്കാം. ഇനി അടുത്ത എന്താണ്, അടുത്തത് ഒരു കോൺവെർസേഷനാണ്. കുഞ്ഞിച്ചിത്, ഹായ് എവരി വൺ, ആൻ്റോണി ബർത്ത്ഡേ ഈസ് കമ്മിങ്, ലെറ്റ് us ഡു സംതിങ് സ്പെഷ്യൽ. ആൻ്റോണീൻ്റെ ബർത്ത്ഡേ വരികയാണ്, നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യാം. അപ്പം വി ക്യാൻ പിക്ക് അപ്പ് എ നൈസ് ഗിഫ്റ്റ് ഫോർ ഹെർ. അപ്പം മിയ പറയണേ, ആൻഡ് വി ക്യാൻ ടേക്ക് ഹെർ ഹൗ ടു ഈറ്റ് ഹെർ ഫേവറേറ്റ് കഫേ. കുഞ്ഞിച്ച, ഗ്രേറ്റ്, ഐ വിൽ ഫിക്സ് എ ടൈം ഫോർ ഹസ് ടു ഗോ. Ben, I will look for good gift. What about a book? Oh, good idea. We can check out the bookstore to find and she will like. We will look up a book she doesn't have. അപ്പോൾ അവർ തമ്മിൽ ഈ ബർത്ത്ഡേ എങ്ങനെ ആഘോഷിക്കാമെന്നൊക്കെ പറ്റി ഡിസ്കസ് ചെയ്യാണ്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ മോർ സച്ച്, ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ അതിൽ നമ്മളോട് പറഞ്ഞത്. അപ്പം പുതിയ അങ്ങനത്തെ വേർഡ്സൊക്കെയാണ്. പിക്കപ്പ് എന്ന് പറയുന്നത് ഒരു വേർഡാണ്. പിന്നെ അതേപോലെ തന്നെ ടേക്ക് ഹെർ ഔട്ട്, ഫിക്സ് എ ടൈം, ലുക്ക് ഫോർ, ചെക്ക് ഔട്ട്. അപ്പോൾ രണ്ട് വേർഡ്സ് കൂടിയിട്ടുള്ള വേർഡ്സിനെ നമ്മൾ കണ്ടെത്തി എഴുതി. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, സെവൻത്ത് ആക്ടിവിറ്റി. ഇൻ ദ ക്ലാസ് ദ ടീച്ചർ ആസ്ക് എവരി വൺ ടു സേ സംതിങ് സ്പെഷ്യൽ അബൌട്ട് ദിയർ ഹോം കൺട്രി. അപ്പോൾ ക്ലാസ്സിൽ ടീച്ചേഴ്സ് പറയാണ്, നിങ്ങളുടെ രാജ്യത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാമെന്ന്. ബെൻ ഫ്രം ഇറ്റലി ഗോസ് ഫസ്റ്റ്, ലെറ്റ് us ലിസൺ വാട്ട് ഹി ഹാസ് ടു സേ അബൌട്ട് ഹിസ് കൺട്രി. അപ്പോൾ ബെൻ ഇറ്റലിക്കാരനാണ്, അവൻ്റെ കൺട്രീനെ പറ്റി എന്താ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ഫ്രം ഇറ്റലി. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ കൺട്രി. ഇറ്റ്സ് ക്യാപിറ്റൽ ഈസ് റോം. ദ ഫ്ലാഗ് ഈസ് റിയലി കൂൾ വിത്ത് 3 കളേഴ്സ്, ഗ്രീൻ, വൈറ്റ് ആൻഡ് റെഡ്. മോസ്റ്റ് പീപ്പിൾ ഇൻ ഇറ്റലി സ്പീക്ക് ഇറ്റാലിയൻ. ഇറ്റലിയിലെ ആൾക്കാരൊക്കെ സ്പീക്ക് ചെയ്യുന്ന എന്താണ്, സംസാരിക്കുക ഇറ്റാലിയൻ ആണ്. വി മേക്ക് സം ഓഫ് ദ ബെസ്റ്റ് ഫുഡ്സ് എവർ ലൈക്ക് പിസ്സ ആൻഡ് പാസ്ത. പിസ്സയൊക്കെ പാസ്തയൊക്കെ എവിടുന്നാണ് വന്നത്, ഇറ്റലിയിൽ നിന്നാണ്. ഇറ്റലി ഈസ് ഓൾസോ ഹോം ടു അമേസിംഗ് പ്ലേസസ് ലൈക്ക് കൊളോഷ്യം ആൻഡ് ദ ലേണിംഗ് ടവർ ഓഫ് പിസ ആൻഡ് ദ കനാൽസ് ഓഫ് വെനീസ്. ഇഫ് യു വിസിറ്റ് ഇറ്റലി യു മൈറ്റ് ഈവൻ സ്പോട്ട് ആനിമൽസ് ലൈക്ക് ഇറ്റാലിയൻ വോൾഫ് ആൻഡ് wild boar. The weather is nice too with warm summers and cold winters. Italians love to celebrate holidays like Christmas, Easter and carnivals. Where
കളർഫുൾ മാസ്ക് ആൻഡ് കോസ്റ്റ്യൂം. സൗണ്ട്സ് ഫൺ റൈറ്റ്? അപ്പോൾ ഇറ്റലിയെ കുറിച്ച് പറയാണ്. അപ്പോൾ നെക്സ്റ്റ് ആൻറ്റോണിൻ്റെ വുഡ് ലൈക്ക് ടു സേ സംതിങ് അബൌട്ട് ഹെർ കൺട്രി. ഇനി അടുത്ത് അവളുടെ കൺട്രീനെ പറ്റിയിട്ടാണ് ഫ്രണ്ട്. അവളുടെ കൺട്രി ഏതാണ്? ഫ്രാൻസ് ആണ്. സം ബേസിക് ഫാക്ട്സ് അബൌട്ട് ഫ്രാൻസ് ആർ ഗിവൺ. അപ്പോൾ ഫ്രാൻസിനെ കുറിച്ചിട്ടുള്ള സം ബേസിക് ഫാക്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് അതൊരു ഡിസ്ക്രിപ്ഷൻ ആയിട്ട് എഴുതാനാണ്, അത് പ്രസൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ കൺട്രി ഫ്രാൻസ് ആണ്. ക്യാപിറ്റൽ എന്താണ്? പാരീസ് ആണ്. ഫ്ലാഗ് 3 കളേഴ്സ് ബ്ലൂ വൈറ്റ് റെഡ് ആണ്. പിന്നെ മേജർ ലാംഗ്വേജ് എന്താണ്? ഫ്രഞ്ച് ആണ്. അവിടുത്തെ ഫുഡ് ഐറ്റംസ് എന്താണ്? അതൊക്കെ ഇവിടെ കണ്ടിട്ടുള്ള ഫേമസ് പ്ലേസസ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, സെലിബ്രേഷൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മളൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യണം അവരുടെ രാജ്യത്തിന്. അവർ ഇൻട്രൊഡ്യൂസ് ഹായ് എവരിവൺ, ഐ ആം ആൻറ്റോണിൻ്റെ, ഐ ആം ഫ്രം ഫ്രാൻസ്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ കൺട്രി വിത്ത് റിച്ച് കൾച്ചർ. അവർ ക്യാപിറ്റൽ ഈസ് പാരീസ്, known for its stunning architecture and art. The French flag has 3 colors, blue, white and red, and we speak French and our cuisine is famous worldwide. Who can resist croissants, baguettes and delicious macarons? France is home to iconic landmarks like Eiffel Tower, the Louvre Museum, and the stunning beaches of French Riviera. You might spot French bulldog and wild boar during your visit. We love celebrating Bastille Day, Christmas, Easter with great enthusiasm and joy. France is a country that blends history, art and joy. Come visit and experience it for yourself. അപ്പോൾ ഓരോരുത്തർ അവരുടെ രാജ്യത്തെക്കുറിച്ച് പറയുന്നതാണ്. ലാസ്റ്റ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫുൾ കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചാപ്റ്റർ തന്നെ റിവൈസ് ചെയ്തു. അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ റിവൈസ് ചെയ്തു. പിന്നെ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.